1978 തുടങ്ങിയ സഹാറ ബാങ്കിംഗ് സേവനങ്ങൾ എത്താത്ത സാധാരണക്കാർക്ക് വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ദിവസക്കൂലിയിൽ നിന്ന് ഒരു ചെറിയ വിഹിതം നിക്ഷേപമായി സ്വീകരിച്ചായിരുന്നു തുടക്കം. എന്നാൽ പതിയെ പതിയെ സഹാറ ഒരു ഭീമൻ സാമ്രാജ്യമായി വളർന്നു. വീട് നിർമ്മാണം, മീഡിയ, ഹോട്ടലുകൾ, സ്പോർട്സ് എന്തിനേറെ വർഷങ്ങളോളം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർമാർ പോലുമായി. പുറമെ ഈ സാമ്രാജ്യം വളരെ ശക്തമായി തോന്നുമെങ്കിലും അതിനടിയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്ന് രൂപപ്പെടുകയായിരുന്നു. 2008-നും 2011-നും ഇടയിൽ സഹാറയുടെ 2 കമ്പനികൾ 3 കോടിയിലധികം സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുത്തത് ഏകദേശം 24,000 കോടി രൂപയാണ്. OFCD എന്നൊരു സാമ്പത്തിക ഉൽപ്പന്നം വഴിയായിരുന്നു ഈ പണം പിരിച്ചത്. ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു കമ്പനി 50-ൽ കൂടുതൽ ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നുണ്ടെങ്കിൽ അവർ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെബിയുടെ അനുമതി വാങ്ങണം. എന്നാൽ സഹാറ പറഞ്ഞത് ഇത് തങ്ങളുടെ അംഗങ്ങൾക്ക് മാത്രം നൽകിയ ഒരു പ്രൈവറ്റ് നിക്ഷേപ പദ്ധതിയാണെന്നും അതുകൊണ്ട് സെബിക്ക് ഇതിൽ കാര്യമില്ലെന്നുമായിരുന്നു. എന്നാൽ സെബി അതൊരു നിയമവിരുദ്ധമായ പണപ്പിരിവാണെന്ന് വിധിച്ചു. പണം പിരിക്കുന്നത് നിർത്തി എല്ലാവർക്കും പണം തിരികെ നൽകാൻ ഉത്തരവിട്ടു. സഹാറ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോയെങ്കിലും 2012-ൽ സുപ്രീം കോടതിയും സെബിയുടെ ഭാഗം ശരിവെച്ചു. 24,000 കോടി രൂപയും 15% പലിശയും നിക്ഷേപകർക്ക് തിരികെ നൽകാൻ ഉത്തരവിട്ടു. സെബി തെളിവ് ചോദിച്ചപ്പോൾ സഹാറ ചെയ്തതെന്താണെന്നറിയാമോ? 127 ട്രക്കുകളിലായി 30,000-ത്തിലധികം പെട്ടികളിൽ രേഖകൾ നിറച്ച് സെബിയുടെ മുംബൈ ഓഫീസിലേക്ക് അയച്ചു. എന്നാൽ സെബി ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. പലതും അപൂർണം, ചിലത് വായിക്കാൻ പോലും പറ്റുന്നില്ല. ഒരേ പേരും അഡ്രസ്സും പലതവണ ആവർത്തിക്കുന്നു. പലതിലും ഒപ്പുകളില്ല. ചുരുക്കത്തിൽ മിക്കതും വ്യാജമാണെന്ന് സെബിക്ക് മനസ്സിലായി. അപ്പോൾ സെബി പത്രങ്ങളിലൂടെ പരസ്യം നൽകി. പണം കിട്ടാനുള്ളവർ മുന്നോട്ട് വരാൻ ആവശ്യപ്പെട്ടു. 3 കോടി നിക്ഷേപകരുണ്ടെന്ന് പറഞ്ഞിടത്ത് മുന്നോട്ട് വന്നത് വെറും 4,600 പേർ മാത്രം. അപ്പോൾ ഒരു ഭയങ്കര ചോദ്യം ഉയർന്നു വന്നു. ബാക്കിയുള്ള കോടിക്കണക്കിന് നിക്ഷേപകർ എവിടെ? അതോ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നില്ലേ? കോടതി ഉത്തരവുകൾ പാലിക്കാതെ വന്നപ്പോൾ സുപ്രീം കോടതി സുബ്രത റോയിയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. 2014-ൽ അറസ്റ്റിലായ അദ്ദേഹം 2 വർഷത്തോളം തിഹാർ ജയിലിൽ കഴിഞ്ഞു. പിന്നീട് അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്കായി പരോളിൽ ഇറങ്ങി. വർഷങ്ങൾ കടന്നുപോയി. 2023-ൽ സർക്കാർ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ ഒരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങി. പക്ഷേ അവിടെയും പ്രശ്നങ്ങൾ തീർന്നില്ല. പേരിൽ ചെറിയ തെറ്റ്, ആധാർ നമ്പർ മാറിയിരിക്കുന്നു, ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് അപേക്ഷകർ തള്ളിപ്പോയി. ഇന്നുവരെ ആകെ റീഫണ്ട് ചെയ്തത് 300 കോടിയിൽ താഴെ മാത്രം. അതായത് ആകെ തുകയുടെ 1% മാത്രം. 2023-ൽ സുബ്രത റോയ് അന്തരിച്ചു. പരോളിലായിരുന്ന അദ്ദേഹം ഒരിക്കലും ജയിലിലേക്ക് തിരിച്ചുപോയില്ല. ആ പാവപ്പെട്ട നിക്ഷേപകരുടെ പണത്തിന് എന്ത് സംഭവിച്ചെന്ന് പൂർണ്ണമായി വിശദീകരിച്ചതുമില്ല.